വീക്കിലി ടാസ്ക് വന്നാലും മറ്റെന്ത് ടാസ്ക് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഗ്രൂപ്പിന് എതിരായിരിക്കും. ഇവരാണ് ഒരു ഗ്രൂപ്പെന്ന് ഒനിൽ പറയുന്നുണ്ട്. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. നാട്ടുകാരെ ഏറ്റവും കൂടുതൽ മിസ്ലീഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അവർ ചെയ്യുന്ന തെറ്റുകൾ ഏറ്റവും വലിയ തെറ്റുകളാണ്. ഷാനവാസ് പറയുന്നുണ്ട് തെറ്റിദ്ധരിക്കൽ ഗ്രൂപ്പാണത്. ഇന്ന് അവൻ തന്നെ പറഞ്ഞു കേട്ടോ, ഒരേ ത്രാസിൽ നോക്കാൻ പാടില്ല. അത് അവൻ്റെ നോട്ടമല്ലേ. അന്ന് അവൻ എന്നോട് ചീപ്പ് ഗെയിമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ഇവൻ ചീപ്പ് ഗെയിം അല്ലയോ കളിക്കുന്നത്? ഷാനവാസ് പറയുന്നുണ്ട് അവൻ എല്ലാ ഗെയിമിലും ചീപ്പായിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നത്. നിനക്കെതിരെ ഞാനും കളിക്കുമെന്ന് ഒന്നിൽ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയാം, പിന്നെ അല്ലാതെ നമ്മളിവിടെ എന്തോ അവരെ നോക്കി നിൽക്കാനാണോ വന്നത്? നമ്മുടെ സമയമാകുമ്പം നമ്മൾ കളി തുടങ്ങും. ഞാനിന്ന് ആര്യനോട് പറഞ്ഞു, നീ ഇങ്ങനെ ഷാഡായിട്ട് അവളുടെ പുറകെ നടക്കാതെ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുക. ലാലേട്ടൻ്റെ മുമ്പിലല്ലേ പറഞ്ഞത്. ഒരു അനിയനായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ അവനോട് പറഞ്ഞത്, ലാലേട്ടൻ്റെ മുമ്പ് വെച്ച് തന്നെ. പിന്നെ അവന് കളിക്കണം, അവൻ നല്ല ഗെയിമറാണ്, അവന് കളിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ കളിക്കാം. അവിടെ ഷാഡായിട്ട് നിന്ന് കളിക്കേണ്ട ആവശ്യം അവനില്ല. ഷാനവാസ് ചോദിക്കുന്നുണ്ട് ആരാ പ്ലേറ്റ് എഴുതുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആരായിരുന്നു? അപ്പോൾ ഒന്നിട്ട് പറയുന്നുണ്ട് അത് ഞാൻ തന്നെ. അവൾ വാഷിംഗ് ടീമിനകത്തുണ്ട്, ഇവൻ പോയിട്ട് പാത്രം കഴുകേണ്ട ആവശ്യം ഇവൻ എന്തുകൊണ്ട്? ഒന്നിൽ പറയുകയാണ്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ്, അഭിലാഷ് നീയും ഭയങ്കര കൂട്ടല്ലേ? അഭിലാഷ് ബാത്റൂം ടീമിലാണ്, ഞാൻ വെസൽ ടീമിലാണ് എന്ന് പറഞ്ഞിട്ട് അഭിലാഷ് വന്നിട്ട് എനിക്ക് പാത്രം കഴുകി തരുമോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്നിൽ ചിരിക്കുന്നുണ്ട്. ഷാനവാസും പറയുന്നത് ഇല്ല. ഷാനവാസ് പറയും ഇവക്ക് പാത്രം കഴുകാനൊക്കെ അറപ്പാന്നേ. ഇവർ പാത്രം കഴുകുന്ന കാണണം, പതുക്കെ ഇങ്ങനെ ആട്ടി ഇങ്ങനെ അവിടെ വെക്കും. നമ്മളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് പാത്രം അവിടെ വെക്കുന്നത്. ഇവരുടെ പാത്രം ക്ലീൻ ആവുന്നില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അറപ്പാണെന്ന് ഇവർ ബാത്റൂമിൻ്റെ കഴുകുന്ന കാര്യം തന്നെ ഞാൻ കാണിച്ചു കൊടുത്തപ്പം ഇവർക്ക് ദേഷ്യമാണ് എന്നോട്. അതെന്തൊരു പരിപാടിയാണ്? എല്ലാവരും അവരവരുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യണ്ടേ? അറപ്പാന്ന് ഇവർക്ക്. ജിസേലിന് അത് ആര്യനാണ് ചെയ്തു കൊടുക്കുന്നത്, ജിസേലിൻ്റെ എല്ലാ ജോലിയും. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ ഇതൊക്കെ ചെയ്യണമെന്ന് അറിയത്തില്ലേ? ഇനിയിപ്പോൾ 13 പേരല്ലേ ഉള്ളൂ എന്ന് ഒന്നിൽ ചോദിക്കുന്നുണ്ട്. ഇവിടെ സെലിബ്രിറ്റീസും സൂപ്പർ മോഡലും ഒക്കെ ഇവിടുത്തെ കണ്ടസ്റ്റൻ്റാണ്. സാധാരണക്കാരനും ഒക്കെ ഇവിടെ തുല്യമാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ആര് ക്യാപ്റ്റൻ ആയാലും 4 പേര് വെച്ചേ ഉണ്ടാവുള്ളൂ എന്ന് ഒനിൽ പറയുന്നുണ്ട്. ഇന്ന് 2 പേര് എവിക്റ്റഡ് ആയി പോയതുകൊണ്ട് കുറേ പേര് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അത്രയും പേരും കൂടെ ഇനി ജോലി എടുക്കുന്നതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടാകുമെന്നാണ് ഇവർ 2 പേരോട് ഇരുന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ജിസയിൽ വളരെ മോശമായിട്ടാണ്, പാത്രം കഴുകുന്നതിനകത്തൊന്നും വൃത്തിയില്ല. പിന്നെ കഴുകാൻ പറഞ്ഞാൽ അത് ആരും ചെയ്യണം. പിന്നെ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ഭയങ്കര ദേഷ്യം കാണിക്കുമെന്നും ഷാനവാസ് പറയുന്നുണ്ട്.